ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഇറ്റാലിയൻ ഡിഷായ ലസാനിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ചീസൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളത്തിലോട്ട് ഒരു 4 തക്കാളി, വലിയ തക്കാളിനെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുക. വെന്തതിന് ശേഷം അതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യുക. ഇപ്പോൾ തക്കാളി സ്കിന്നൊക്കെ നീങ്ങിയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി തണുത്തതിന് ശേഷം സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി പാനിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ പോലെ വരണം. കരിഞ്ഞു പോവരുത്, ബ്രൗൺ കളർ വരെ ആവുന്നത് വരെ ഇതിങ്ങനെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഒരു സവാള ചെറുതായി അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവാളൊക്കെ ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ തക്കാളി നേരത്തെ ജ്യൂസാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊഴിച്ചു കൊടുക്കുക. ഒരു ടീസ്പൂണ് പിരിയൻ മുളക് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അര ടീസ്പൂണ് പഞ്ചസാര, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കുറുകി വരണം. ഇപ്പോൾ റെഡ് സോസ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ ഒന്നുകൂടെ വറ്റും. അപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. ഇനി വൈറ്റ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക. ചെറിയ തീ വെച്ചിട്ട് വേണം ഇതാക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും മൈദ. വൈറ്റ് സോസ് സാധാരണ ഉണ്ടാക്കുന്നേക്കാളും ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. ഇതൊന്നുകൂടെ ഞാൻ ബ്രൗൺ ആക്കിയിട്ടാണ് എടുക്കുന്നത്. നല്ലൊരു സ്മെല്ല് വരും. ആ സമയത്താണ് ഞാൻ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാൽ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പം മൈദയും പാലും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂണ് ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഇത് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം, വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് 1 കപ്പ് ഉരുളൻകിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് എണ്ണയെ കിടന്നിട്ട് മാത്രമാണ് വേവണത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിയണം. ഇതൊന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ അതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മഷ്റൂം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബീൻസ് അങ്ങനെയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ക്യാപ്സിക്കമാണ് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അത് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. വെന്ത് ഉടയാൻ പാടില്ല, എന്നാലും ഇത് വേവും വേണം. ഇതിലത്തെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് വേവും വേണം. ഇനി ഇത് ചെയ്യുന്നത് ലസാനിയ ഷീറ്റ് വെച്ചിട്ടല്ല, ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ പരത്തിയെടുക്കുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ബേക്കിംഗ് ടിന്നിൻ്റെ അളവ് അനുസരിച്ചിട്ട് ഒരു 9 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഒന്ന് ഒരു പാന് പ്രീറ്റ് ചെയ്യാൻ വെക്കണം. റിങ്ങൊക്കെ ഇറക്കിയിട്ട് ഒരു 10 മിനിറ്റോളം ചൂടായിക്കൊണ്ടിരിക്കണം. ഈ സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ആദ്യം റെഡ് സോസ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മീതെ വൈറ്റ് സോസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും വെക്കുക. അതിൻ്റെ മീതെ ഓരോ ബ്രെഡ് വീതം അങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു ലൈനിൽ 3 ബ്രെഡ് വെച്ച് കൊടുക്കുക. സൈഡിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ബ്രെഡ് വെച്ചിട്ട് തന്നെ ഒന്ന് സൈഡൊന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ ഒരു സൈഡിൽ 3 എണ്ണം അങ്ങനെ 6 എണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ വീണ്ടും റെഡ് സോസ്, അതിൻ്റെ മീതെ വൈറ്റ് സോസ് അങ്ങനെ മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ മീതെ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോസറല്ല ചീസ് ഒരുപാടൊന്നും ചേർക്കുന്നില്ല, ഏകദേശം ഒരു 100 ഗ്രാമോളം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടലായിട്ട്. ഇനി വെജിറ്റബിൾസ് എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ പരത്തി കൊടുക്കുക. നമ്മുടെ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ടെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മീതെ ബ്രെഡ് ഇതേപോലെ തന്നെ സെയിം പ്രോസസ്സ് വീണ്ടും ചെയ്യണേ. ബ്രെഡ് വെക്കുക, അതിൻ്റെ മീതെ റെഡ് സോസ്, വൈറ്റ് സോസ്. ഇവിടെ നിങ്ങൾ ആദ്യം വെജിറ്റബിൾസ് ഇട്ടിട്ട് അതിൻ്റെ മീതെ ചീസ് ഇടുകയാണ് വേണ്ടത്. ഞാനത് മറന്നു പോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം വെജിറ്റബിൾസ് ഇടുക, ചീസ് ഇടുക, എന്നിട്ട് അതിൻ്റെ മീതെ ബ്രെഡ് വെച്ചാൽ മതി. വീണ്ടും ഇതുപോലെ തന്നെ റെഡ് സോസ്, വൈറ്റ് സോസ് മിക്സ് ചെയ്യുക. വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന വിധത്തിൽ. ഇനി ബാക്കിയുള്ള ചീസ് കൂടെ മീതെ വെതറി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മീതെ കുറച്ച് വെജിറ്റബിൾസ് മാത്രം ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ചൂടായി കിടക്കണ പാത്രത്തിലോട്ട് ഇറക്കി വെക്കുക. ഒരു 25 മിനിറ്റ് ആയാൽ ഇത് റെഡിയായി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞേക്കണ്. അപ്പം നമുക്ക് മീതെ ഒന്ന് ഫോർക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലസാനിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.